പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ വീണ്ടും പുറത്ത്. തൃശൂർ പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയെയും മകനെയും പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. 2023 മെയ് 24-നാണ് പീച്ചി SI ആയിരുന്ന PM രതീഷിന്റെ നേതൃത്വത്തിൽ മർദ്ദനമുണ്ടായത്. 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ഔസേപ്പിന് സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിന്റെ നിർണായക ദൃശ്യങ്ങൾ ലഭിച്ചത്. അതേസമയം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഹോട്ടലിലെ തർക്കം പരിഹരിക്കുന്നതിന് ഹോട്ടൽ ഉടമയോട് പോലീസ് ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ ചേർന്നുണ്ട്. സാനു, എന്തായാലും നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് പിന്നാലെ ആ നിയമ പോരാട്ടം എത്രത്തോളം നീതി ലഭിക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇനി ബാക്കി അറിയേണ്ടത്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, കുന്നംകുളത്ത് നിന്നുള്ള കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ വലിയ വിവാദമായി മുന്നോട്ട് പോകുന്ന വേളയിലാണ് പീച്ചിയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ വന്നിരിക്കുന്നത്. പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ ഉടമ KP ഔസേപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിൽ നടന്ന തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു സംഘർഷം അല്ലെങ്കിൽ ഒരു മർദ്ദനം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതായത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാലക്കാട് നിന്നുള്ളവരെത്തുന്നു. അവർ ബിരിയാണി ഓർഡർ ചെയ്യുകയാണ്. തുടർന്ന് അതിനിടയിൽ ഭക്ഷണത്തിന് രുചി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാക്ക് തർക്കം ഹോട്ടലിൽ ഉണ്ടാവുന്നത്. തുടർന്ന് ഈ പരാതിക്കാർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. അതിനുശേഷം ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി, അതായത് സ്റ്റാഫിനെ അടക്കം ഈ ഹോട്ടലിലെ ജീവനക്കാരെ അടക്കം വിളിച്ചു വരുത്തിയതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പിന്നീട് CCTVയിലൂടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഹോട്ടൽ ഉടമ ഔസേപ്പ് തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ നടന്നത്? പൊടുന്നനെ SIയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ജീവനക്കാർക്ക് നേരെ അടിക്കുകയാണ്. ഒപ്പം തന്നെ ഈ മകനെ അടക്കം പോക്സോ കേസിൽ പെടുത്തുമെന്നടക്കം ഭീഷണിപ്പെടുത്തി പണവും അവർ ആവശ്യപ്പെട്ടിരുന്നു. എന്താണ് ഇതെന്തുണ്ടായെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് ഒരു നെന്മാറ അടുത്ത് വണ്ടാഴി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു കസ്റ്റമർ വന്ന് 2:30 മണിക്ക് വന്ന് ഭക്ഷണം കഴിച്ചു. ബിരിയാണിയാണ് കഴിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു റിലേഷനിൽപ്പെട്ട ഒരു കുട്ടിയാണ് കൂടെ ഉണ്ടായിരുന്നത്. ബിരിയാണി കഴിച്ച് ദിനേഷ് ഫുള്ളായിട്ട് ബിരിയാണി കഴിച്ചു. ആ കുട്ടി മുഴുവൻ കഴിച്ചില്ല. ബാലൻസ് വരുന്ന പാക്ക് ചെയ്ത് വാങ്ങിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ബിരിയാണിയിലെ ചിക്കൻ സ്റ്റിഫാണ്, അത് സോഫ്റ്റ് അല്ല എന്ന് പറഞ്ഞ് ആ കൗണ്ടറിലുണ്ടായിരുന്ന ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് മാനേജറോടും കൗണ്ടറിലുണ്ടായിരുന്ന സ്റ്റാഫിനോടൊക്കെ വളരെ മോശമായിട്ട് ഒച്ച വെച്ച് സംസാരിച്ചു. ഇങ്ങനെ ഞാൻ ഷെഫാണ്, നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ആ ഹോട്ടലിൽ 100ഓളം പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബഹളം ഉണ്ടാക്കി ഇയാൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് മാനേജറെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചു, ഇങ്ങനെ ഒരാൾ ഹോട്ടലിൽ ബഹളം ഉണ്ടാക്കുകയാണ്, ഞങ്ങൾക്ക് സഹായം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേഷനിൽ അന്നത്തെ ഫോണെടുത്ത പോലീസുകാർ പറഞ്ഞു, ഞങ്ങളിത് ഉടനടി എത്താം, 5 മിനിറ്റിൽ എത്താം, നിങ്ങൾ അയാളെ പ്രശ്നമുള്ള ആളെ അവിടെ ഹോൾഡ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ ബഹളമൊക്കെ വെച്ച് പുറത്തേക്ക് പോകുന്നു. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മുൻവശത്ത് ഗ്രൗണ്ടിൽ ഇയാൾ നിൽക്കുന്നു. അപ്പോൾ പോലീസ് വരുമെന്ന് നോക്കി ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് മാനേജറും ഡ്രൈവറും കൂടി ഇയാളുടെ സമീപത്ത് നിൽക്കുന്നു. പോലീസിനെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടും കാണാണ്ടായപ്പോൾ ഞങ്ങളുടെ ജീവനക്കാർ ഞങ്ങളുടെ ജോലിക്ക് പോവുകയും ഇയാൾ ഈ പാക്ക് ചെയ്ത് വെച്ചിരുന്ന ബിരിയാണി കുറച്ച് ഷർട്ടിലെല്ലാം പുരട്ടി ഇയാൾ നേരെ സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ ഹോട്ടലിൻ്റെ ഉള്ളിൽ വെച്ച് ഇയാളെ ഇടിച്ചു, ഇയാളെ ബിരിയാണി ഇയാളുടെ വായിൽ കുത്തിക്കയറ്റി ഇയാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസുകാർ പെട്ടെന്ന് തന്നെ ഇയാളോട് പറഞ്ഞു മെഡിക്കലിന് പോകാൻ പറഞ്ഞു. അടുത്ത ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾക്ക് വേറൊരു പ്രശ്നവുമില്ല, അയാളൊരു അജാനബാഹുവായ ഒരു മനുഷ്യനാണ്, നിങ്ങൾക്ക് ആ CCTVയിൽ കാണാം. അയാൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അയാളെ ഒരു ട്രീറ്റ്മെൻറ്റും അയാൾക്ക് എടുക്കേണ്ടി വന്നില്ല. അയാളെ അവിടെ നിന്ന് ഹോസ്പിറ്റലുകാർ തിരിച്ചയച്ചു. അയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നു. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരായിട്ട് ഇയാൾ ഒത്തുചേർന്ന് ഇവരൊരു ഗൂഢാലോചന നടത്തിയിട്ട്, അപ്പോൾ ഞങ്ങൾ ഈ ഇൻസിഡൻ്റ് ഉണ്ടായപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോണിൽ വിളിച്ച് പരാതി കൊടുക്കുന്നത് കൂടാതെ തന്നെ ഞങ്ങൾ മെയിലിൽ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ ഈ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വന്ന് ഞങ്ങളുടെ ഹോട്ടലിലെ CCTV ഒക്കെ പരിശോധിച്ച് പോയിരുന്നു. അതിലെങ്ങും തന്നെ ഇവനെ മർദ്ദിക്കുന്നതായിട്ടൊന്നുമില്ല. ഈ ദിനേഷിനെ ഞങ്ങളുടെ ജീവനക്കാരോ മർദ്ദിക്കുന്നതായിട്ട് ഒരു സീനുമില്ല. അതുമല്ല, പോലീസിൻ്റെ ഇൻക്വയറി റിപ്പോർട്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണർ റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്, ഈ കുറ്റാരോപിതനായ ദിനേഷ് പറയുന്ന മാതിരി അവൻ്റെ വായിൽ ബിരിയാണി കുത്തി തീരുന്നതായിട്ടോ അവനെ മർദ്ദിക്കുന്നതായിട്ടോ ദൃശ്യങ്ങളൊന്നും തന്നെ CCTVയിൽ കാണാൻ സാധിച്ചില്ല. അതെല്ലാം തെറ്റാണെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ഏത് ഘട്ടത്തിലാണ് ഈ പോലീസ് നമ്മുടെ ജീവനക്കാർക്ക് നേരെ ഈ ഒരു മർദ്ദനം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ട്? അതായത് ഇവർ ഈ മെയിലിൽ കൊടുത്ത പരാതി റിട്ടേണായിട്ട് വീണ്ടും ആ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ രണ്ടുപേരെയും ഈ ഈ പോലീസ് സ്റ്റേഷൻ്റെ ഭിത്തിയിൽ ചാരി നിർത്തിയിട്ട് ഇവർ രണ്ടുപേരും ചാരി നിർത്തി. അത് കഴിഞ്ഞിട്ട് ഈ ഗേറ്റ് അങ്ങ് അടച്ചു. ഗേറ്റ് അടച്ചു കഴിഞ്ഞ് ഇവരെ ചാരി നിർത്തി. അപ്പോൾ ഇത് അവിടെ അടുത്തുണ്ടായിരുന്ന കാർ പാർക്കിങ്ങിൽ നിന്ന് കാർ ഡ്രൈവർമാർ വിളിച്ചറിഞ്ഞതിന് ശേഷമാണ്
ഞാനിത് അറിഞ്ഞ് ഞാനും എൻ്റെ മകനും കൂടി അവിടെ സ്റ്റേഷനിൽ ചെന്ന് ഇത് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഞാൻ ഗേറ്റ് തുറന്ന് ഉള്ളിൽ കടന്നു. എൻ്റെ പ്രസൻസിലാണ് ഈ SI ഇവർ രണ്ടുപേരെയും മർദ്ദിക്കുന്നത്. ആദ്യം അദ്ദേഹം അവിടെ ഇരുന്ന ഫ്ലാസ്ക് എടുത്ത് ഇവരെ തലയിൽ അടിക്കാനാണ് ചെല്ലുന്നത്. നിങ്ങൾക്ക് CCTV കാണാം. ആ ഫ്ലാസ്ക് കണ്ട് തിരിച്ചു വെച്ചിട്ടാണ് റോണിനെ ആദ്യം 2 മുഖത്തേക്ക് അടിക്കുന്നു. അടുത്ത് നിന്ന് ഡ്രൈവർ ലിബിനെ അടിക്കുന്നു. ഇവരെ ഉന്തിത്തള്ളി ലോക്കപ്പിലാക്കുന്നു. അപ്പോൾ പുറത്തു നിന്നിരുന്ന എൻ്റെ മകനെ ഏതോ പോലീസുകാരൻ ചൂണ്ടിക്കാണിക്കുന്നത് അവൻ മകനാന്ന് പറയുന്നു. അവനെയും പിടിച്ച് ലോക്കപ്പിലിടുന്നു. ഹോട്ടൽ ഷെഫിനെ വിളിച്ചു വരുത്തി അയാളെ ലോക്കപ്പിലിടുന്നു. അത് കഴിഞ്ഞ് ഇയാൾ നേരെ ഒരു ഭീകരജീവിയെ പോലെ ഇങ്ങനെ അലറി വരുന്നൊരു സീനാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഞാനിങ്ങനെ പുറകോട്ട് മാറി അല്ലെങ്കിൽ എന്നെ അയാൾ അറ്റാക്ക് ചെയ്യായിരുന്നു. പോക്സോ കേസിൽ ഉൾപ്പെടുത്തുവെന്ന് ഏത് ഘട്ടത്തിലാണ് പോലീസുകാർ പറയുന്നത്? ഞാൻ ഇയാളോട് സംസാരിക്കാൻ പോയപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങളുടെ 4 പേര് ഇപ്പോൾ ഇതിൽ കിടക്കുന്നുണ്ട്. ഈ ഭക്ഷണം കഴിച്ച ഒരു കുട്ടി 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ പോസ്കോ കേസ് കൂടി നിങ്ങൾ ഉൾപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ വേഗം ഇവനായിട്ട് സെറ്റ് ചെയ്തോ. അവൻ എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് സെറ്റ് ചെയ്യാനാണ് SI പറയുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ പുറത്ത് വന്ന് ഇയാളോട് സംസാരിക്കുന്നു. ഈ പരാതിക്കാരനായ ദിനേഷിനോട് സംസാരിക്കുന്നു. അപ്പോൾ ദിനേഷ് പറയുന്നു, എനിക്ക് എൻ്റെ സിസ്റ്റർ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് അവരെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ വലിയ പണം ആവശ്യമുണ്ട്. എനിക്ക് 5 ലക്ഷം രൂപ തരണം. അതിൽ 3 ലക്ഷം പോലീസുകാർക്കുള്ളതാണ്. SI അടക്കം പോലീസുകാർക്കുള്ളതാണ് 3 ലക്ഷം. 2 ലക്ഷം മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് 5 ലക്ഷം. അപ്പോൾ ഞാൻ പണത്തിൻ്റെ മൂല്യമല്ല നോക്കിയത്. ഈ 4 പേര് റിമാൻഡിൽ പോയാൽ പോസ്കോയും വധശ്രമമൊക്കെ പെടുത്തി കഴിഞ്ഞാൽ ജില്ലാ കോടതിയിൽ നിന്നൊക്കെ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഹൈക്കോടതിയിലൊക്കെ പോയി ജാമ്യം കിട്ടി വരുമ്പോഴേക്കും 2 മാസം 3 മാസം ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പം ഞാൻ പണത്തിൻ്റെ മൂല്യം നോക്കിയില്ല. ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലെ അന്നത്തെ കളക്ഷൻ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ വന്നു. ഇയാളുടെ വണ്ടിയിൽ തന്നെ, ഈ പരാതിക്കാരൻ്റെ വണ്ടിയിൽ തന്നെ അവൻ വണ്ടി ഓടിക്കുന്നു. ഞാൻ ഇടതിരി വശത്തിരിക്കുന്നു. എൻ്റെ വീട്ടിൽ വരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഡ്രൈവർ കൂടി പുറകിലുണ്ടായിരുന്നു. ഇവിടെ വന്നു. എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ പണം എടുത്തുകൊണ്ട് വന്ന് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം അങ്ങനെ 8 കെട്ട് അവൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അത് CCTVയിൽ വ്യക്തമായിട്ട് 6:15 ഞാൻ ലൈറ്റ് ഇട്ടിട്ട് CCTVയുടെ മുൻവശത്ത് വെച്ചിട്ടാണ് അവന് കൊടുക്കുന്നത്. ഇത് അവൻ സഞ്ചിയിലേക്ക് എടുത്തിടുന്നുണ്ട്. 4 ലക്ഷം കൊടുത്തിട്ട് ഞാൻ ഇവനോട് ബാർഗെയിൻ ചെയ്തെടുത്തു. 4 ലക്ഷം പോരെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട് 4 ലക്ഷം പോരാ, 5 ലക്ഷം തന്നെ കിട്ടണം. അങ്ങനെ വീണ്ടും 1 ലക്ഷം കൂടി കൊടുത്ത് ഈ 5 ലക്ഷമായിട്ട് തിരിച്ച് സ്റ്റേഷനിൽ അവൻ്റെ കാറിൽ തന്നെ ചെല്ലുന്നു. ഈ സ്റ്റേഷനും എൻ്റെ വീടും തമ്മിൽ ഒരു 300 മീറ്റർ വ്യത്യാസമുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഉടനടി തന്നെ ഇവൻ ചെന്ന് പറയുന്നുണ്ട്, നല്ല മുതലാളിയാണ് സാറേ, എനിക്ക് പരാതിയൊന്നുമില്ല. അപ്പം ഞാനും എന്നിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞ മാതിരി എല്ലാം സെറ്റ് ചെയ്തു. അവനെ ചോദിച്ച അവൻ്റെ ഡിമാൻഡുകളൊക്കെ ഞാൻ അംഗീകരിച്ചു. സാറ് പറഞ്ഞ മാതിരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചു, പരാതിയില്ലല്ലോ, നിനക്ക് പരാതിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ആൾക്കാരെ ഇവനെ അവിടുന്ന് റിലീസ് ചെയ്തു. പരാതിക്കാരനായ ദിനേഷിനോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങളുടെ ആൾക്കാരെ വീണ്ടും ആ ലോക്കപ്പിൽ അരമണിക്കൂറോളം ഇട്ടു. അതായത് ഇവൻ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അകലെയുള്ള കുതിരാൻ ടണലൊക്കെ കഴിഞ്ഞു എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഞങ്ങളുടെ ആൾക്കാരെ ഈ ലോക്കപ്പിൽ നിന്ന് ഇറക്കി വിടുന്നത്. അപ്പോൾ അവരുടെ ഇന്ന് ഒരു ക്ഷമാപണമൊക്കെ എഴുതി വെച്ചു. ഞങ്ങൾ അവനെ തല്ലിയെന്ന് പറഞ്ഞ് മാപ്പ് എഴുതി കൊടുക്കണമെന്നോടും പറഞ്ഞതിന് ശേഷമാണ്, മാപ്പ് എഴുതിയതിന് ശേഷമാണ് ഇവരെ ലോക്കപ്പിൽ നിന്ന് പുറത്തു വിട്ടത്. ഓക്കെ, അങ്ങനെ തീർച്ചയായിട്ടും ഈ പോലീസുകാർ ഈ കേസ് നൽകുന്നു, പോലീസുകാരെ വിളിച്ചു വരുത്തിയതിന് ശേഷം ഇവരെ മർദ്ദിച്ചതിന് ശേഷം ഈ പരാതിക്കാരുടെ പരാതി പിൻവലിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ ഇവരിൽ നിന്ന് ആവശ്യപ്പെടുന്നു. പിന്നീട് ആ പണം കൊടുക്കുന്നു. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ നിയമ പോരാട്ടം തുടരുമെന്നും ഈ ആരോപണ വിധേയരായിട്ടുള്ള ഇവരെ മർദ്ദിച്ചിട്ടുള്ള പോലീസുകാരെ നിയമപരമായി ശിക്ഷിക്കണമെന്നടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ നിയമ പോരാട്ടം തുടരുമെന്നാണ് ഈ ഹോട്ടൽ ഉടമയായിട്ടുള്ള ഔസേപ്പ് വെളിപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെ? വ്യക്തമാക്കി അത് തന്നെയാണ്. എന്തായാലും കാക്കിക്കുള്ളിലെ ഗുണ്ടകൾ അവർ നിയമത്തിന് മുന്നിൽ കീഴടങ്ങണം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് 1ഉം 2ഉമല്ല, നിരവധി സംഭവങ്ങളാണ് തുടർക്കഥകളായി പുറത്തു വരുന്നത്. സാനുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.